ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ചില കൗതുകകരമായ വസ്തുതകൾ അറിയാം. ആദ്യത്തേത്, ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന 1950 ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു ദേശീയഗാനമായി പാടിയത് വന്ദേമാതരമായിരുന്നു. രണ്ടാമത്തേത്, നമ്മുടെ ദേശീയ പതാക. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ഈ പതാക സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി ഉയർത്തിയത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നെഹ്റു ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റി പതാകയുടെ മധ്യഭാഗത്തെ ചർക്കയ്ക്ക് പകരം അശോക ചക്രം വയ്ക്കാൻ നിർദ്ദേശിച്ചു. മൂന്നാമത്തെ വസ്തുത, സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15 തന്നെയാകാൻ ഒരു കാരണമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയത് ഈ ദിവസമായിരുന്നു. ആ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ബ്രിട്ടീഷ് ഭരണകൂടം തിരഞ്ഞെടുക്കുകയായിരുന്നു. നാലാമത്തേത്, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഏക രാജ്യമല്ല ഇന്ത്യ. ദക്ഷിണ കൊറിയ, ബഹ്റൈൻ, കോങ്കോ, ലിക്റ്റൻസ്റ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളും ഓഗസ്റ്റ് 15 അവരുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അവസാനമായി, 1947 സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഗോവയ്ക്ക് പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ 14 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 1961 ഗോവ ഇന്ത്യയുടെ ഭാഗമായത്. ഈ അറിവുകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.